അതുല്യമായ സേവനമാണ് കേരള ഫയർഫോഴ്സ് നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയതായി അനുവദിച്ച രാജക്കാട് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സേനയുടെ ആധുനികവൽക്കരണത്തിനായി 251 കോടി രൂപ ചെലവഴിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഇന്ന് സുസജ്ജമാണ്. പ്രളയത്തിന് ശേഷമാണ് ഈ മാറ്റം കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. ഏതുതരം ജലാശയ അപകടങ്ങളെയും നേരിടാൻ തക്കവിധത്തിൽ കേരളത്തിന്റെ ഫയർ റെസ്ക്യൂ സേന ഇന്ന് സജ്ജമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ദശാബ്ദകാലത്ത് അനുഭവമെടുത്താൽ 251 കോടി രൂപയാണ് സേനയുടെ നവീകരണത്തിന് വേണ്ടി ചെലവിട്ടത്. ഇപ്പോൾ അത്യാധുനിക സജ്ജീകരണങ്ങളാൽ നമ്മുടെ സേന സുസജ്ജമാണ്. റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ, അണ്ടർവാട്ടർ ഡ്രോൺ, ഫയർ ടെൻഡർ, ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ, അഡ്വാൻസ് റെസ്ക്യൂ ടെൻഡർ, വാട്ടർ ഡോസർ, ഇങ്ങനെയുള്ള എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളും സേനയ്ക്കുണ്ട്. 2018 പ്രളയത്തിന് ശേഷം സമഗ്രമായ മാറ്റങ്ങളാണ് അഗ്നിരക്ഷാ വകുപ്പിൽ ഉണ്ടായിരുന്നു. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം